ഈ കല്യാണ കത്തൊക്കെ നമ്മൾ പേപ്പറിൽ അടുപ്പിക്കും. എന്നാലും നമുക്ക് ഡിജിറ്റൽ ആയിട്ടൊരു കല്യാണ കത്ത് വേണം. മൊബൈലിൽ എങ്ങനെ അത് ഡിസൈൻ ചെയ്യും? അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യും? ഒരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യും? ഇതൊക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് ചെയ്യാം. ഇതിനൊന്നും സിസ്റ്റത്തിന്റെയും ഫോട്ടോഷോപ്പിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒന്നും ആവശ്യമില്ല. ഇതിനൊക്കെ പറ്റിയ സംഭവങ്ങൾ നമ്മളെ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എഡിറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് canva. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. നമുക്ക് ഈ ക്യാൻവയിൽ എങ്ങനെയാ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഈ ചങ്ങായി പിന്നെ ആപ്പും കോപ്പും ഒക്കെ കൊണ്ട് വന്നല്ലോ എന്ന് ചോദിക്കണ്ട. ഓരോ സമയത്തും ഓരോ ആവശ്യത്തിനുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് മൊബൈലിൽ ഡീഫാൾട്ട് ആയിട്ട് ഇതിനൊന്നും ഓപ്ഷൻ ഇല്ല. ഓരോന്നിനും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കണം. ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നേരം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വീഡിയോ കണ്ടു നോക്കുക, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാണ്ട് ഈ ചങ്ങായി ഇത് കൊണ്ട തന്നിട്ട് എങ്ങനെ നമ്മൾ ഇത് എടുക്കാണ്ടിരിക്കുക എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ ഫോണിൽ സ്ഥലം ഉണ്ടാകുകയില്ല, സ്ഥലം ഉള്ളവര് ഉപയോഗിക്കുക. അല്ല ഇല്ലേ 10 സെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അതെന്താട്ടെ, നമുക്ക് ക്യാൻവയിൽ എങ്ങനെയാ എഡിറ്റ് ചെയ്യാൻ നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാന്ന് വരിക. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇത് സൈൻ അപ്പ് ചെയ്യണം. നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്ത് വെച്ചിട്ടും നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാം. എപ്പോഴും പറയും പോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയാണ്, ഇങ്ങനെ സൈൻ അപ്പ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നേരം നിങ്ങൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാണ്ട് ഒരു സെക്കൻഡറി ഇമെയിൽ ഇങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോണിൽ വെക്കുക. അതെങ്ങനെ ഫോണിൽ രണ്ടാമതൊരു അക്കൗണ്ട് ഉണ്ടാക്കാന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിക്ക് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഞാനിത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോണിലുള്ള അക്കൗണ്ടുകളൊക്കെ ഇതിൽ കാണിക്കും. അതിൽ ഏത് അക്കൗണ്ട് വെച്ചാണോ സൈൻ അപ്പ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അക്കൗണ്ട് വെച്ചിട്ട് ഇത് സൈൻ അപ്പ് ആയിക്കോളും. അപ്പൊ സൈൻ അപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇവിടെ നമുക്ക് എന്താണോ ഡിസൈൻ ചെയ്യേണ്ടത് അതൊക്കെ കാറ്റഗറി തിരിച്ചിട്ട് ഉണ്ടാവും. ഇൻസ്റ്റഗ്രാം പോസ്റ്റർ വേണോ, സാധാ പോസ്റ്റേഴ്സ് വേണോ, സ്റ്റോറീസ് വേണോ, യൂട്യൂബ് ചാനൽ ആർട്ട് വേണോ, ഫോട്ടോ കൊളീഗ് വേണോ, ഫോൺ വാൾപേപ്പർ വേണോ, എന്തും യൂട്യൂബ് തമ്പനയില്, പ്രസന്റേഷൻസ്, സർട്ടിഫിക്കറ്റ്, വിസിറ്റിംഗ് കാർഡൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡിസൈൻ ചെയ്യാം. അതുപോലെ മാഗസിൻ കവർ, ബാനർ, ഇൻവിറ്റേഷൻസ്. നമുക്കിപ്പോ ഒരു കല്യാണ കത്ത ഡിസൈൻ ചെയ്യേണ്ടിയെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോന്നും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പോ ഇതിൽ പിയാബിളിന്റെ പിയോട്ടിന്റെ ഒക്കെ പേരില്ലേ, അത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ ഇവിടെ എഡിറ്റ് കൊടുത്താൽ ആ പേര് പിയാബിളിന്റെ പേര് കൂടാ, പിയോട്ടിന്റെ പേര് കൂടാ, അങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്ക് കളറൊക്കെ മാറ്റി കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ഓരോന്നും ഓരോ ലൈനും നമുക്ക് വെവ്വേറെ എടുത്തിട്ട് ഇവന്റിന്റെ പേര്, സ്ഥലം എല്ലാം എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കളറിൽ എഡിറ്റ് ചെയ്തെടുക്കുക. ഓരോന്നും സെലക്ട് ചെയ്താൽ അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെ നമുക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻസ് താഴെയുണ്ട്. അതിന്റെ ഫോണ്ട്, വലിപ്പം, കളർ ഒക്കെ മാറ്റാം. ഓരോന്നും ആവശ്യത്തിന് മാറ്റുക. മാറ്റിയിട്ട് സേവ് കൊടുത്താൽ മേലെ ഏരോ ബട്ടൺ ഉണ്ട്, സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഷെയറും ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ഇപ്പൊ മാഗസിൻ കവർ വേണമെങ്കിൽ ഒന്നൊരു മാഗസിൻ കവർ നമുക്ക് ആവശ്യമുള്ള മോഡൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോന്നും നമുക്ക് ഇവിടുന്ന് ഈ ലോഗോ നമുക്ക് മാറ്റാം. മാറ്റിയിട്ട് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എഴുത്ത് മാറ്റാം, എഴുത്ത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുക. അതുപോലെ ഈ ഫോട്ടോ ഒക്കെ മാറ്റിയിട്ട് മറിക്കുകയും തിരിക്കുകയും ഗുണിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിൽ അത് സേവ് ആവും. അതുപോലെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ളതാണോ വേണ്ടത് ആ കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യത്തിന്. ഓരോന്നും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഒരു ബേസിക് ലെവൽ ഒന്ന് കാണിച്ചു തന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ അത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. നമുക്ക് എന്തും ഇതിൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിലുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റ് ഒക്കെ നമുക്ക് മാറ്റി വേണ്ട പൊസിഷനൊക്കെ മാറ്റി നമ്മളേതായിട്ടുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. അടിപൊളിയാണ്. യൂട്യൂബ് തമ്പനയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പം കഴിയും, സൂപ്പറായിട്ട്. അപ്പം ആവശ്യക്കാരിത് ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അത് ഉമ്മക്കൊരു മോട്ടിവേഷനാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.